നമസ്കാരം. GFC മഹാമാന്ദ്യത്തിന് തുടക്കമിട്ട 1929 വാൾസ്ട്രീറ്റ് തകർച്ചയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു 2007-8 കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രതിസന്ധി. താഴ്ന്ന വരുമാനക്കാരായ ആളുകൾക്ക് വീട് വാങ്ങുന്നതിന് വേണ്ടി സബ്പ്രൈം മോർട്ടേജുകളുടെ രൂപത്തിൽ കൊള്ളയടിക്കുന്ന വായ്പയും തത്ഫലമായി ഉണ്ടാവുന്ന ഭവനക്കുമളയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളുടെ അമിതമായ അപകടസാധ്യതകളും നിയന്ത്രണ മേൽനോട്ടത്തിൻ്റെ അഭാവവും തികഞ്ഞ കൊടുങ്കാറ്റിൽ കലാശിച്ചതും പ്രതിസന്ധിയുടെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ കാരണങ്ങൾ 2007 അവസാനം മുതൽ 2009 പകുതി വരെ നീണ്ടുനിന്ന വലിയ മാന്ദ്യത്തിന് കാരണമായി. US റിയൽ എസ്റ്റേറ്റുമായി ബന്ധിപ്പിച്ചിരുന്ന മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റികളും MBSുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡെറിവേറ്റീവുകളുടെ ഒരു വലിയ വിലയും മൂല്യത്തിൽ തകർന്നതിനാൽ 2007 തുടക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ചു. ലോകമെമ്പാടുമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. 2008 സെപ്റ്റംബർ 15 ലേമാൻ ബ്രദേഴ്സിൻ്റെ പാപ്പരത്വവും തുടർന്നുള്ള അന്താരാഷ്ട്ര ബാങ്കിംഗ് പ്രതിസന്ധിയും മാന്ദ്യത്തിൻ്റെ പാരമ്യത്തിലെത്തിച്ചു. പ്രതിസന്ധിയുടെ മുൻ വ്യവസ്ഥകൾ സങ്കീർണമായിരുന്നു. 1990കളിൽ US കോൺഗ്രസ് അയഞ്ഞ ധനസഹായത്തിലൂടെ താങ്ങാനാവുന്ന ഭവനങ്ങൾ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമനിർമ്മാണം നടത്തിയിരുന്നു. വാണിജ്യ ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ അപകടസാധ്യത കുറഞ്ഞ പ്രവർത്തനങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ്, പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് തുടങ്ങിയ ഉയർന്ന അപകടസാധ്യതയുള്ള പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കാൻ സ്ഥാപനങ്ങളെ അനുവദിച്ചു. ഫെഡറൽ റിസർവ് 2000 നിന്ന് 2003 ഫണ്ട് നിരക്ക് കുറച്ചതിനാൽ സ്ഥാപനങ്ങൾ കൂടുതലായി ലക്ഷ്യമിടുന്നത് താഴ്ന്ന വരുമാനക്കാരായ ഭവനം വാങ്ങുന്നവരെയായിരുന്നു, അതായത് കൂടുതൽ വംശീയ ന്യൂനപക്ഷങ്ങളിൽ പെട്ടവരെയായിരുന്നു. വായ്പകൾ കൊടുത്തിരുന്നത് കൂടുതൽ അപകടസാധ്യതയുള്ള വായ്പകളായിരുന്നു കൊടുത്തിരുന്നത്. ഇത് റെഗുലേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2004 മുതൽ 2006 വരെ പലിശ നിരക്ക് ഉയർന്നതോടെ മോർട്ടേജുകളുടെ വില ഉയരുകയും ഭവനത്തിനുള്ള ആവശ്യം കുറയുകയും ചെയ്തു. ഇത് വസ്തുവകകളുടെ മൂല്യം കുറയാൻ കാരണമായി. 2007 തുടക്കത്തിൽ കൂടുതൽ US മോർട്ടേജ് ഹോൾഡർമാർ അവരുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്താൻ തുടങ്ങിയതോടെ സബ്പ്രൈം ലെൻഡർമാർ പാപ്പരായി. ഡിമാൻഡും വിലയും തുടർച്ചയായി കുറയുന്നതിനാൽ ആഗസ്റ്റ് മാസത്തോടെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വ്യാധി ലോകമെമ്പാടുമുള്ള ക്രെഡിറ്റ് മാർക്കറ്റുകളിലേക്ക് വ്യാപിക്കുകയും സെൻട്രൽ ബാങ്കുകൾ പണലഭ്യത കുത്തിവെക്കാൻ തുടങ്ങുകയും ചെയ്തു. US ഭവന വിപണിയുടെ പകുതിയും ഉടമസ്ഥതയുള്ളതോ ഉറപ്പ് നൽകുന്നതോ ആയ കമ്പനികൾ തകർച്ചയുടെ വക്കിലായിരുന്നു. ഹൗസിംഗ് ആൻഡ് ഇക്കോണമി റിക്കവറി ആക്ട് സെപ്റ്റംബർ 7 അവരുടെ മൊത്തം $1.6 ട്രില്യൺ കടം ഏറ്റെടുക്കാനും നികത്താനും സർക്കാരിനെ പ്രാപ്തരാക്കി. വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിക്ക് മറുപടിയായി ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ച തടയുന്നതിനായി ലോകമെമ്പാടുമുള്ള ഗവൺമെൻറ്റുകൾ, ധനസ്ഥാപനങ്ങളുടെയും മറ്റ് പണധന നയങ്ങളുടെയും വൻതോതിലുള്ള ജാമ്യം വിന്യസിപ്പിച്ചു. തകർച്ച പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള മറ്റ് ബാങ്കുകളിലേക്കും പടർന്നു. വലിയ നിക്ഷേപ ബാങ്കുകളും ഇടത്തരം ബാങ്കുകളും തകർന്നു വീണു. അമേരിക്കയിലെ 150ഓളം ബാങ്കുകളാണ് ഓരോന്നായി കടപുഴകിയത്. നികുതി വരുമാനം ഉപയോഗിച്ചാണ് അന്ന് അമേരിക്കയിൽ നിന്നും തിരിച്ചു വരാൻ പ്രധാനമായും ശ്രമം നടത്തിയത്. USലെ പ്രതിസന്ധിയുടെ ആഘാതത്തിൻ്റെ വിലയിരുത്തലുകൾ വ്യത്യസ്തമായിരുന്നു. ഏകദേശം 8.7 ദശലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. 2007 ദാരിദ്ര്യത്തിൽ കഴിയുന്ന പൗരന്മാരുടെ ശതമാനം 12.5 നിന്ന് 15.1%. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് 4 ഒരാൾക്ക് അവരുടെ മൊത്തം ആസ്തിയുടെ 75% അതിൽ കൂടുതലോ നഷ്ടപ്പെട്ടുവെന്നാണ്. 2010 ഡോഡ് ഫ്രാങ്ക് വാൾസ്ട്രീറ്റ് പരിഷ്കരണവും ഉപഭോക്തൃ സംരക്ഷണ നിയമവും പാസ്സാക്കി സാമ്പത്തിക നിയന്ത്രണങ്ങൾ മാറ്റിമറിച്ചു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ബേസൽ 3 മൂലധനവും പണലഭ്യതയും മാനദണ്ഡങ്ങളായി സ്വീകരിച്ചു. 2009 അവസാനത്തിൽ ഗ്രീസിലെ ധനക്കമ്മിയിൽ ആരംഭിച്ച യൂറോപ്യൻ കടപ്രതിസന്ധിയും 2008-14 ഐസ്ലാൻഡിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഐസ്ലാൻഡിലെ 3 ബാങ്കുകളുടെ പരാജയമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചരിത്രത്തിലെ ഏതൊരു രാജ്യവും നേരിട്ട സാമ്പത്തിക തകർച്ചയായിരുന്നു 2008 സമ്പദ് വ്യവസ്ഥ. ലോകം അനുഭവിച്ച ഏറ്റവും മോശമായ 5 സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നായിരുന്നു ഇത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ $2 ട്രില്യൺ നഷ്ടത്തിലാണ് 2008 സാമ്പത്തിക പ്രതിസന്ധി ഇടയാക്കിയത്. GDPയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ US ഹോം മോർട്ടേജ് കടം 1990കളിൽ ശരാശരി 46%, 2008 73% വർദ്ധിച്ചു. ക്യാഷ് ഔട്ട് റീഫിനാൻസിംഗിലെ വർധനവ് വീടിൻ്റെ മൂല്യങ്ങൾ ഉയരുമ്പോൾ ഉപഭോഗത്തിൽ വർധന ആക്കം കൂട്ടി. അത് വീടിൻ്റെ വില കുറയുമ്പോൾ നിലനിർത്താൻ പറ്റാതെ വന്നു. പല ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയുള്ള നിക്ഷേപങ്ങളുടെ മൂല്യം ഭവന മോർട്ടേജുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് പരാജയത്തിൽ നിന്നും ഇൻഷുർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. ഇത് മൂല്യത്തിൽ ഗണ്യമായി ഇടിഞ്ഞു. 2007 ജനുവരി മുതൽ 2009 വരെയുള്ള വൻകിട US യൂറോപ്യൻ ബാങ്കുകൾക്ക് വിഷ ആസ്തികൾ വഴിയും കിട്ടാക്കടങ്ങൾ വഴിയും $1 ട്രില്യണിലധികം നഷ്ടമുണ്ടായതായി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കണക്കാക്കുന്നു. ബാങ്ക് സോൾവൻസിയിൽ നിക്ഷേപകരുടെ വിശ്വാസമില്ലായ്മയും വായ്പാ ലഭ്യതയിലുണ്ടായ ഇടിവും 2008 അവസാനത്തിലും 2009 തുടക്കത്തിലും സ്റ്റോക്കിൻ്റെയും സാധനങ്ങളുടെ വില കുത്തനെ ഇടിയാൻ കാരണമായി. പ്രതിസന്ധി അതിവേഗം ആഗോള സാമ്പത്തിക ആഘാതമായി പടർന്നു. ഇത് നിരവധി ബാങ്ക് പരാജയങ്ങൾക്ക് കാരണമായി. ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായി. കടം കടുപ്പിക്കുകയും അന്താരാഷ്ട്ര വ്യാപാരം കുറയുകയും ചെയ്തു. ഇത് കൊടിയൊഴിപ്പിക്കലിലും ജപ്തി ചെയ്യലിലും കലാശിച്ചു. നിരവധി ബിസിനസ്സുകൾ പരാജയപ്പെട്ടു. 2007 രണ്ടാം പാദത്തിലെ ഏറ്റവും ഉയർന്ന $61.4 ട്രില്യൺ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഗാർഹിക സമ്പത്ത് $11 ട്രില്യൺ കുറഞ്ഞു. USലെ തൊഴിലില്ലായ്മ നിരക്ക് 2009 ഒക്ടോബർ 11% ഉയർന്നു. സാമ്പത്തിക പ്രതിസന്ധി USൽ ആരംഭിച്ചെങ്കിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 2000-നും 2007-നും ഇടയിൽ ആഗോള ഉപഭോഗത്തിലെ വളർച്ചയുടെ 1/3 കൂടുതൽ US ഉപഭോഗം വിനിയോഗിച്ചു.
ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ ഡിമാൻഡ് സ്രോതസ്സായി US ഉപഭോക്താവിനെ ആശ്രയിച്ചു. ശീതീകരിച്ച ക്രെഡിറ്റ് മാർക്കറ്റുകൾ റീഫിനാൻസ് ചെയ്യാൻ കഴിയാത്ത ബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ ആസ്തികൾ വിറ്റതിനാൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡീലിവറേജിംഗ് സോൾവൻസി പ്രതിസന്ധിയെ കൂടുതൽ ത്വരിതപ്പെടുത്തുകയും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കുറവുണ്ടാവുകയും ചെയ്തു. ലിക്വിഡിറ്റി ട്രാപ്പിനെ ചെറുക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമെന്ന നിലയിൽ ഫെഡറൽ റിസർവ് അക്കാലത്ത് ഗണ്യമായ അളവിൽ പുതിയ കറൻസികൾ സൃഷ്ടിച്ചു. 2009 പകുതിയോടെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി അവസാനിച്ചു.